ന്യൂ ജനറേഷന് രാഷ്ട്രീയമില്ല, അവർ രാഷ്ട്രീയവാദികളാണ് എന്ന നിങ്ങളുടെ ധാരണക്കാണ് തെറ്റുപറ്റിയിട്ടുള്ളത്. അഴിമതിയും സ്വജനപക്ഷപാതിത്വവും വർഗീയതയും കൊണ്ടു നടക്കുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവുമുള്ള കക്ഷി രാഷ്ട്രീയത്തോടാണ് പുതിയ തലമുറക്ക് താല്പര്യം കുറവ്. പക്ഷേ അവർ കൃത്യമായി രാഷ്ട്രീയം നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിന് ഇന്നത്തെ ഇന്ത്യൻ തെരുവുകൾ സാക്ഷിയാണ്. മെയിൻ സ്ട്രീം മാധ്യമങ്ങളെ വിലക്കെടുത്തും വാർത്താ വിതരണ സംവിധാനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയും അധികാരത്തിന്റെ വാർത്തകൾ മാത്രമേ പൊതുജനത്തിന് കേൾപ്പിക്കൂ എന്നുള്ള വാശി ഭരണകൂടത്തിനുണ്ടാവാം. പക്ഷേ വിവരങ്ങൾ സാർവജനീയമായ കാലമാണിത്. ബദൽ മാധ്യമങ്ങളും സാമൂഹിക മാധ്യമങ്ങളും വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പരിമിതിയും പിശുക്കുമില്ലാത്ത ദൗത്യമാണ് നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ തെരുവുകളിലേക്ക് ഭരണകൂടത്തിന്റെ തെറ്റായ വേർഷൻ അപ്പുറത്തേക്ക് യാഥാർത്ഥ്യങ്ങൾ അറിയാനുള്ള സംവിധാനം ഇന്ന് ലോകത്തുണ്ട്, നമ്മുടെ രാജ്യത്തുമുണ്ട്. നിങ്ങളുടെ വർഗീയതയെ, നിങ്ങളുടെ അഴിമതിയെ, നിങ്ങളുടെ കെടുകാര്യസ്ഥതയെ, നിങ്ങളുടെ വംശവെറിയെ നിങ്ങൾക്ക് മറച്ചുവെക്കാം. പക്ഷേ ഞങ്ങൾ കണ്ണു പൊത്താത്തിടത്തോളം കാലം ഞങ്ങൾ കണ്ണു തുറന്നത് കാണും. കണ്ണു തുറന്ന് കാണുന്നതിനോട് പ്രതികരിക്കുക എന്നുള്ളത് ജൈവികമായ മനുഷ്യന്റെ വികാരമാണ്. ആ വികാരങ്ങളുടെ പ്രകടനമാണ് ഇന്ന് ഇന്ത്യൻ തെരുവുകളിൽ വിദ്യാർത്ഥികളും യുവാക്കളും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധത്തിലൂടെ നമുക്ക് കാണാനാകുന്നത്. നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന സാംസ്കാരിക ദേശീയതയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് രാഷ്ട്രീയത്തെ നോക്കിക്കാണേണ്ടിയിരുന്ന ഒരു തലമുറയെ നിങ്ങൾ തന്നെയാണ് തെരുവിലേക്ക് വലിച്ചു വെച്ചത്. ഒരു ഉത്തരവിലൂടെയോ ഒരു തീരുമാനത്തിലൂടെയോ നിങ്ങൾക്ക് തിരുത്താവുന്ന ഒന്നിനെ ധാർഷ്ട്യം കൊണ്ട് നിങ്ങൾ തന്നെയാണ് വൈകിപ്പിച്ചത്. അത് നീട്ടിക്കൊണ്ടുപോയി ഒടുവിൽ സമരക്കാരുടെ സന്ദേശത്തെ ഇന്ത്യൻ തെരുവുകളിലേക്ക് എത്തിച്ചത് നിങ്ങളാണ്. നെയിം ബോർഡില്ലാത്ത പോലീസുകാരെയും യൂണിഫോം ഇല്ലാത്ത ഗുണ്ടകളെയും ഉപയോഗിച്ചുകൊണ്ട് സമരക്കാരെ തല്ലിച്ചതച്ചപ്പോൾ ഇന്ത്യൻ യുവത ഒരു കാര്യം കൂടെ തിരിച്ചറിയുകയാണ്. നിയമപാലന സംവിധാനത്തിൽ നിയന്ത്രിക്കപ്പെടേണ്ട പോലീസുകാർക്കൊപ്പം ആക്രമണോത്സുകരായ ഒരു കൂട്ടം ഇന്ത്യൻ തെരുവുകളിൽ ഞങ്ങളെ നേരിടാനുണ്ട് എന്ന തിരിച്ചറിവ് ഈ യുവതയ്ക്ക് നൽകിയത് നിങ്ങളാണ്. ഇത് നിങ്ങളുടെ അവസാനത്തിന്റെ ആരംഭമാണ്. ഈ രാജ്യത്തെ ഭരണഘടനയെ നിഷേധിച്ച്, ഈ രാജ്യത്തെ ഭരണഘടനാ മൂല്യങ്ങളെ, മതേതരത്വത്തെയും ജനാധിപത്യത്തെയും ചവിട്ടിമെതിച്ച് ഏകാധിപത്യം സ്ഥാപിക്കാനുള്ള നിങ്ങളുടെ അജണ്ടക്കേറ്റ തിരിച്ചടിയാണ് ഈ സമരം. ഇന്ത്യൻ തെരുവുകളിൽ സജീവമായ ഈ യുവത തിരിച്ചറിയുന്നുണ്ട് ഈ രാജ്യം അപകടത്തിലാണ് എന്ന്. നമ്മുടെ രാജ്യത്തിന്റെ റിപ്പബ്ലിക്കിനെ, നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ, നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കാൻ ഭരണകൂടത്തിനാവുന്നില്ലെങ്കിൽ ജനങ്ങൾ ആ ദൗത്യം ഏറ്റെടുക്കണം എന്ന് ഈ യുവത തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് സമാധാനപരമായ പ്രതിഷേധങ്ങളെ തല്ലിച്ചതക്കാൻ നിങ്ങൾ ഗുണ്ടകളെ ഉപയോഗിച്ചത്. നിങ്ങൾ നെയിം ബോർഡുകളില്ലാത്ത സൈനികരെ വിന്യസിച്ചത്. ഒരുപക്ഷെ താൽക്കാലികമായി ചോര പൊടിഞ്ഞ യുവതയെ നിങ്ങൾക്ക് ഭയപ്പെടുത്തി പിന്മാറ്റിക്കാൻ സാധിച്ചേക്കാം. പക്ഷേ അവരുടെ മനസ്സിൽ ഇന്ത്യ എന്ന വികാരമുള്ളിടത്തോളം കാലം ഈ സമരത്തിൽ നിന്ന്, ന്യായത്തിന് വേണ്ടിയിട്ടുള്ള, നീതിക്ക് വേണ്ടിയിട്ടുള്ള, തികച്ചും പരിഗണിക്കേണ്ട ഒരു ആവശ്യം ഉന്നയിച്ച് നടത്തുന്ന ഈ സമരത്തിൽ നിന്ന് നിങ്ങൾക്ക് പിന്തിരിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല.